നമസ്കാരം. ഗാസയിൽ വെടിനിർത്തൽ കരാറിനെ തുടർന്നുള്ള ബന്ദിമോചനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്നലെ 6 പേരെയാണ് ഹമാസ് വിട്ടയച്ചത്. ഇതിൽ ചില ദൃശ്യങ്ങൾ ലോകം മുഴുവൻ വൈറലായിരുന്നു. മോചിപ്പിക്കപ്പെടുന്നതിന് മുന്നോടിയായി ഹമാസ് സൈനികരുടെ നെറ്റിയിൽ ചുംബനം നൽകിയ ഇസ്രായേൽ ബന്ദിയുടെ ദൃശ്യങ്ങളായിരുന്നു ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടത്. മധ്യ ഗാസയിലെ അൽ നുസ്രൈത്ത് ക്യാമ്പിൽ വെച്ച് ബന്ദികളെ കൈമാറുന്നതിനിടയിലായിരുന്നു ഈ സംഭവം. മോചനവേളയിൽ മാസ്ക് അണിഞ്ഞ് തോക്കേന്തി നിൽക്കുന്ന ഹമാസ് പ്രവർത്തകന്റെ നെറ്റിയിൽ ഇസ്രായേൽ ബന്ദി ചുംബനം നൽകുന്നതായിരുന്നു ആ വീഡിയോ. ശനിയാഴ്ച റെഡ് ക്രോസിന് കൈമാറിയ 6 ബന്ദികളിൽ ഒരാളായ ഒമർ ഷെയ്ം ടോവാണ് ഇത്തരത്തിൽ പെരുമാറിയത്. ഈ ദൃശ്യമാണ് ഏറെ ചർച്ചയായത്. എന്തിനേറെ കേരളത്തിലെ ഹമാസ് ആരാധകരും മീഡിയ വൺ ചാനലും ഉൾപ്പെടെ അത് ഹമാസിനോടുള്ള സ്നേഹമായി വാഴ്ത്തിപ്പാടി. എന്നാൽ യഥാർത്ഥ കഥ അങ്ങനെയൊന്നുമല്ല. ഒമർ ഷെയ്ം ടോവ് ആ ചുംബനം മനസ്സോടെ നൽകിയതുമല്ല, മറിച്ച് ഹമാസ് അത് ചോദിച്ചു വാങ്ങിയതാണ് എന്നതാണ് വസ്തുത. ചുംബനം നൽകാൻ ഉത്തരവിട്ടിരുന്നതിനാൽ അത് നൽകാൻ മകൻ നിർബന്ധിതനാകിയായിരുന്നുവെന്ന് ഒമർ ഷെയ്ം ടോവിന്റെ പിതാവ് മാൽക്കി ഷെയ്ം ടോം വെളിപ്പെടുത്തി. മാത്രമല്ല, മകന് നേരിടേണ്ടി വന്ന ക്രൂരതകളെക്കുറിച്ചും അദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തി. ഹമാസ് ഭീകരർ മകനെ 500 ദിവസത്തോളം ഒറ്റയ്ക്ക് തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നുവെന്ന് പിതാവ് പ്രാദേശിക മാധ്യമമായ ക്യാൻ ടിവിയോട് പറഞ്ഞു. അവൻ പകൽ വെളിച്ചമേ കണ്ടിരുന്നില്ല. 16-17 കിലോയോളം മകന് കുറവ് വന്നതായും അദ്ദേഹം പറഞ്ഞു. ബന്ദി കൈമാറ്റത്തിനിടെ തന്റെ അരികിൽ നിൽക്കുന്ന ആ മുഖംമൂടി ധരിച്ച സൈനികൻ കൈവീശാനും തലയുടെ മുകളിൽ ചുംബിക്കാനും നിർബന്ധിക്കുകയായിരുന്നുവെന്ന് അവൻ പറഞ്ഞു. ഒരിക്കൽ അവനെ കൈകൾ ബന്ധിച്ച് തുരങ്കത്തിലേക്ക് ഇറക്കിയതായി വെളിപ്പെടുത്തിയതായി മാൽക്കി ഷെയ്ം ടോവ് പറഞ്ഞു. അതേസമയം ഷെയ്ം ടോവിനെ ആദ്യം അപ്പാർട്ട്മെന്റുകളിലും പിന്നീട് തുരങ്കങ്ങളിലുമാണ് തടവിലാക്കിയിരുന്നതെന്നും ബന്ദികളാക്കിയവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ മുസ്ലിം സ്ത്രീയുടെ വേഷം ധരിക്കേണ്ടതായി വന്നുവെന്നും ചാനൽ 12 പറയുന്നു. അതിനിടെ ശനിയാഴ്ച 6 ബന്ദികളെ കൂടി ഇസ്രായേലിന് ഹമാസ് കൈമാറിയെങ്കിലും പകരം 620 ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നത് വൈകുകയാണ്. രാത്രി ചേർന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗം തടവുകാരെ വിട്ടയക്കുന്നത് വൈകിക്കാനാണ് തീരുമാനിച്ചതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബാക്കിയുള്ള ഇസ്രായേൽ ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ കൂടിയാലോചനകൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ തടവുകാരെ വിട്ടയക്കുകയുള്ളൂ എന്ന് ഇസ്രായേൽ അധികൃതർ പറഞ്ഞു. ഇസ്രായേലിന്റെ ഈ നീക്കത്തിന് പിന്നിൽ കാരണങ്ങളൊന്നും പറയുന്നില്ല. എന്നിരുന്നാലും ഷിരീം ഇബാസിന്റെയും മക്കളുടെയും മൃതദേഹം വിട്ടു നൽകിയതിന് പിന്നാലെയുണ്ടായ വിവാദമാകാം ഇതിന് കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രായേൽ നടപടി വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് 35-ാം ദിവസമാണ് ബന്ദി കൈമാറ്റം. 7ാം ഘട്ട ബന്ദി കൈമാറ്റമായിരുന്നു ഇന്നലെ നടന്നത്. ഗാസയിലെ വിവിധ ഭാഗങ്ങളിൽ വെച്ചായിരുന്നു ഹമാസ് ബന്ദികളെ കൈമാറിയത്. 2014 മുതൽ ഗാസയിൽ തടങ്കലിൽ കഴിയുന്ന അവേര മെങ്കിസ്റ്റു, ടാൽ ഷോഹോം എന്നിവരെ റഫേൽ വെച്ചും ഒമർ ഷെയ്ം ടോവ്, എലിയ കോഹൻ, ഒമർ വെൻകട്ട് എന്നിവരെ നുസ്രൈത്ത് അഭയാർത്ഥി ക്യാമ്പിൽ വെച്ചും 2015 മുതൽ തടങ്കലിലായിരുന്ന ഹിഷാം അൽ സയ്യിദിനെ ഗസ സിറ്റിയിൽ വെച്ചും ഹമാസ് വിട്ടയച്ചു. പൊതുയോഗങ്ങളും മറ്റും ഇല്ലാതെയാണ് സയ്യിദിനെ ഹമാസ് വിട്ടയച്ചത്. ഫലസ്തീൻ കുടുംബത്തോടുള്ള ബഹുമാനം കൊണ്ടാണ് ഇസ്രായേൽ ഫലസ്തീൻ പൗരനായ സയ്യിദിനെ ചടങ്ങില്ലാതെ മോചിപ്പിച്ചതെന്ന് ഹമാസിന്റെ സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡ് അറിയിച്ചു. മോചിതരായ ബന്ദികളുടെ ശാരീരികവും മാനസികമായ പരിശോധനയ്ക്കായി IDF കേന്ദ്രത്തിൽ എത്തിച്ചു. ഹമാസ് മോചിപ്പിച്ച 3 ബന്ദികളെ റെഡ് ക്രോസ് തങ്ങൾക്ക് കൈമാറിയതായി ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. കോഹൻ, വെൻകട്ട്, ഷെയ്ം ടോവ് എന്നിവരെയാണ് റെഡ് ക്രോസ് ഇസ്രായേലിന് കൈമാറിയത്. ഇവരെ ഇസ്രായേലിൽ എത്തിച്ച ശേഷം വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി. 6 ബന്ദികൾക്ക് പകരമായി ഇസ്രായേൽ 620 ഫലസ്തീൻ തടവുകാരെയാണ് മോചിപ്പിക്കേണ്ടിയിരുന്നത്. ഇതിലാണ് ഇപ്പോൾ അനിശ്ചിതത്വം നേരിടുന്നത്. ബന്ദികളുടെ വിവരങ്ങൾ ഇതിനകം ഇസ്രായേൽ പുറത്തുവിട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഫലസ്തീൻ ബന്ദികളിൽ 150 പേർ ജീവപര്യന്തം അടക്കമുള്ള തടവ് അനുഭവിച്ചവരാണ്. 2023 ഗാസയിൽ നിന്ന് പിടിക്കപ്പെട്ട 445 ആളുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 42 ദിവസത്തെ ബന്ദി കൈമാറ്റത്തിന്റെ ആദ്യഘട്ടം ജനുവരി 19 ആരംഭിച്ചത്. ആദ്യഘട്ടം ഏത് രീതിയിൽ പൂർത്തീകരിക്കപ്പെടും എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വെടിനിർത്തൽ കരാറിന്റെ 2-3 ഘട്ടങ്ങൾ നടക്കുക.